സുഹൃത്തുക്കളെ നമസ്കാരം. HSRP നമ്പർ പ്ലേറ്റിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിഞ്ഞില്ല. എന്താണ് HSRP പ്ലേറ്റ്, അതെങ്ങനെ അപേക്ഷിക്കാം, അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അന്ന്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് HSRP നമ്പർ പ്ലേറ്റ് എന്ന് നോക്കാം. ഇതെന്ത് കാറാണ് കേട്ടോ, ഇത് 2016 മോഡലാണ്. അപ്പോൾ ഞാനിതിന് HSRP നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ HSRP നമ്പർ പ്ലേറ്റ് കണ്ടില്ല, സാധാരണയായിട്ട് ഹോളോഗ്രാം ഉണ്ടാവും, IND ഉണ്ടാവും, പിന്നെ പഞ്ചിങ് ആയിട്ടുള്ള നമ്പറും ഉണ്ടാവും. പക്ഷേ ഇതാണ് സെക്വേർഡ് നമ്പർ കേട്ടോ. ഇതാണ് HSRP നമ്പർ പ്ലേറ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഇത് മുൻഭാഗത്തും പുറകിലും ഉണ്ടാവും, ഒരു നമ്പറിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ 2019 ശേഷം, ഓൾ ഇന്ത്യയിൽ 2019 ശേഷം ഇറങ്ങുന്ന വണ്ടികൾക്ക് ഡീലർമാർ തന്നെ ഈ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ വിധിയുണ്ട്, അതായത് പഴയ വണ്ടികൾക്കും HSRP നമ്പർ പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിധിയുണ്ട്. പക്ഷേ കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിൽ ഓൾറെഡി പഞ്ചിങ്, അതായത് ഇത് കണ്ടില്ല, ഇതെൻ്റെ പഴയ നമ്പർ പ്ലേറ്റ്, ഇങ്ങനെ പഞ്ചിങ് ഉള്ള നമ്പർ പ്ലേറ്റ് മതി, പ്രശ്നമില്ല. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലോട്ടോ അല്ലെങ്കിൽ കർണാടകയിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ഈ നമ്പർ പ്ലേറ്റിനോട് കാര്യമില്ല. ഇത് പോയിട്ടുണ്ടെങ്കിൽ HSRP നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് 3000 അല്ലെങ്കിൽ 2500, 3000 അങ്ങനെയാണ് ഫൈൻ ഈടാക്കുക കേട്ടോ. സാധാരണ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ എപ്പോഴും നമ്മൾ KL വണ്ടികൾ അവർ തപ്പി നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും 3000 കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് പുറത്തുനിന്ന്, അതായത് ഇപ്പോൾ ഈ നമ്പറില്ലാതെ ഈ ഹോളോഗ്രാമും IND ഒക്കെ വെച്ചിട്ട് നമ്പർ പ്ലേറ്റ് നമുക്ക് പുറത്തുനിന്ന് അടിച്ചെടുക്കാൻ പറ്റും, നമ്പർ പ്ലേറ്റിൻ്റെ കടകളിൽ പോയാൽ. പക്ഷേ ഇത് അങ്ങനെ പറ്റൂല. ഇത് നമുക്ക് ഓൺലൈനിൽ അപേക്ഷിക്കണം. ഇപ്പോൾ കേരള സംസ്ഥാനത്തിൽ ഇത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബുക്ക് മൈ HSRP എന്ന സൈറ്റിൽ നമുക്കിത് കിട്ടില്ല, വേറൊരു സൈറ്റിലാണ് കിട്ടുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനിന്ന് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ, ഏത് സൈറ്റിലാണ് പോകേണ്ടത് എന്താണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇവിടെ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും കൂടി ഉണ്ടാവും, ഗ്ലാസ്സിൽ ഒട്ടിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്റ്റിക്കർ, ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. അതേപോലെ മുമ്പിൽ നമ്പർ പ്ലേറ്റിന് അതേ ബാക്കിൽ 29 ഇവിടെ 28. അപ്പോൾ ഇതാണ് കേട്ടോ ഈ നമ്പർ പ്ലേറ്റ്, HSRP നമ്പർ പ്ലേറ്റ്. ഇതിപ്പോൾ 2019 മുമ്പുള്ള വണ്ടികൾക്ക്, എൻ്റെ 2016 വണ്ടികൾക്കൊന്നും കേരളത്തിൽ ആർക്കും ഇത് വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ അത് വെക്കാൻ കാരണം നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഫൈൻ ഈടാക്കും, അതുകൊണ്ടാണ്. പിന്നെ ഇത് കേരള സർക്കാർ, ഇവിടുത്തെ സർക്കാർ എന്തോ ഒരു സ്റ്റേ കൊടുത്തതാണ് സുപ്രീം കോടതി വിധിക്കെതിരെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പം വേണ്ടാത്തത് കേട്ടോ. പക്ഷേ ഇത് ഇനി വരും, അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഇത് ഇപ്പോൾ വെക്കുകയാണ് നല്ലത്. ഇപ്പം നമ്മൾ അപേക്ഷിച്ച്, പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഡീലർമാരാണ് നമുക്കിത് ഫിറ്റ് ചെയ്ത് തരിക. ഡീലറിൻ്റെ അടുത്തേക്കാണ്, നമ്മൾ ഏത് കമ്പനീൻ്റെ കാറാണ് ഉപയോഗിക്കുന്നത് ആ ഡീലറിൻ്റെ അടുത്തേക്കാണ്, നമ്മളെ തൊട്ടടുത്തുള്ള ഡീലറുടെ അടുത്തേക്കാണ് ഇവർ അയച്ചു തരിക. അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഫിറ്റിംഗ് ചാർജ് ഒന്നുമില്ല, നമ്മളിത് അപേക്ഷിക്കുന്നതിൻ്റെ അതേ ചാർജ് വരും. എനിക്കിതിന് വന്നത് 700 ചില്ലാൻ ഉറപ്പായിട്ട്, 750 അങ്ങനെ എത്ര ഒന്നാണ് വന്നത്. പക്ഷേ ഇതിനി കേരള സർക്കാരൊക്കെ വന്ന് ഇവിടെ ഇത് ഏതെങ്കിലും കമ്പനിക്ക് കൊട്ടേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ റേറ്റ് ആവാൻ സാധ്യത കുറവാണ്. കാരണം ഇതിന് മുമ്പുള്ള പല അനുഭവങ്ങളും നമുക്കറിയാമല്ലോ, ലൈസൻസ് അതേമാതിരി RC ഒക്കെ PVC കാർഡാക്കിയപ്പോഴൊക്കെ നമുക്ക് പൈസ വന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ആക്കി. നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ അപേക്ഷിക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, ഇത് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ സൈറ്റിലോട്ടാണ് എത്തുക. ഇവിടെ നമ്മൾ പ്ലേസ് ഓർഡർ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറൊരു പാർട്ടിലോട്ടെത്തും. അവിടെ ന്യൂ ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വെഹിക്കിൾ നമ്പർ, ചേസ് നമ്പർ, എൻജിൻ നമ്പർ, ഇത് മൂന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ വളരെ സാവധാനത്തിലാണ് ഇത് കാണിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി പെട്ടെന്ന് മനസ്സിലാവുന്നുള്ള ഇത് ചെയ്ത് ശീലമുള്ളവരൊക്കെ ഒന്ന് സ്പീഡാക്കി കണ്ടാൽ മതി കേട്ടോ.
ഞാൻ വളരെ സാവധാനത്തിലാണ് ഇത് കൊടുത്തത്. അങ്ങനെ ഇത് മൂന്നും തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം തെറ്റിപ്പോകരുത് നമ്പർ ഇതൊക്കെ നമ്മളെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് താഴെ കാണുന്ന ഗെറ്റ് ഡാറ്റ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലാപ്ടോപ്പിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യട്ടോ. ഞാനിത് മൊബൈലിലാണ് ചെയ്തത്. മൊബൈലിൽ ചെയ്യാനാണ് ഒരുവിധം സുഖം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന ഗെറ്റ് ഡാറ്റ എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇങ്ങനെ ഇവിടെ എഴുതി കാണിക്കുക, വി ആർ നോട്ട് ഓതറൈസ്ഡ് ഫോർ ദ മാനുഫാക്ചർ. ചില കമ്പനി വണ്ടികൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിങ്കിൽ സ്യാം എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ നമ്മളുടെ പേര്, ഇമെയിൽ ID, നമ്മളുടെ സ്റ്റേറ്റ്, അതേപോലെ മൊബൈൽ നമ്പർ, നമ്മളുടെ ഡിസ്ട്രിക്റ്റ്, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒക്കെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. കാരണം OTP വരാനുള്ളതാണ്. നിങ്ങളുടെ RC ബുക്കിൽ കൊടുത്ത നമ്പർ വേണം കേട്ടോ ഇവിടെ ടൈപ്പ് ചെയ്യാൻ, എന്നാലേ OTP വരുള്ളൂ. അങ്ങനെ എല്ലാം ഇവിടെ പൂരിപ്പിച്ചതിന് ശേഷം താഴെ കാണുന്ന എഗ്രിയും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വേറെ വിൻഡോയിലോട്ട് എത്തും. ഇവിടെ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും, ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഏത് വണ്ടിയാണ് എന്നുള്ളത് ഉണ്ടാവും, വിച്ച് വെഹിക്കിൾ, സെലക്ട് വെഹിക്കിൾ ഉണ്ടാവും. അവിടെ നമ്മൾ 4 വീലർ, കാറിനാണല്ലോ, അപ്പോൾ 4 വീലർ അടിച്ചു കൊടുക്കണം. ചിലപ്പോൾ 2 വീലർ ആയിരിക്കും, ചിലപ്പോൾ 4 വീലർ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റി കൊടുക്കണം. ആദ്യം പോയിട്ട് 2 വീലർ മാറ്റി 4 വീലർ ആക്കുക. 4 വീലർ അല്ല ഇവിടെ വന്ന്, ഇവിടെ കാറ്, SUV അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് കാറ് എന്നുള്ളത് ആ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ, അതായത് കാറിൻ്റെ കമ്പനി, ഈ കുറേ കമ്പനികൾ കൊടുത്തിട്ടുണ്ട്, ഏത് കമ്പനിയാണെന്നുള്ളത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റേത് മാരുതിയാണ്, അപ്പോൾ ഞാൻ മാരുതി സുസുക്കിൻ്റെ അതാണ് ക്ലിക്ക് ചെയ്തത്. നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ സൈറ്റിലോട്ട് വരും. ഇവിടെ നമ്മളുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. ഇവിടെ കേരള ഉണ്ട്, കേരള അടിച്ചു കൊടുക്കുക. അപ്പോൾ വേറൊരു വിൻഡോ തുറന്നു വിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ HSRP, ഇവിടെ ഓർഡർ HSRP എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഞാൻ സാവധാനത്തിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് കഴിയും. ഇവിടെ നമ്മളുടെ ഏത് വെഹിക്കിൾ, സെലക്ട് വെഹിക്കിൾ മേക്കർ, ഏത് കമ്പനിയാണ്, അതേപോലെ രജിസ്ട്രേഷൻ നമ്പർ, ചേസ് നമ്പറും എൻജിൻ നമ്പറും ലാസ്റ്റ് 5 ഡിജിറ്റ്സ് ആട്ടോ കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കണം. ആ ലാസ്റ്റത്തെ 5 നമ്പർ മാത്രം അവിടെ അടിച്ചു കൊടുത്താൽ മതി. കമ്പനി അടിച്ചു കൊടുക്കുക, രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക, അതേപോലെ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് എൻജിൻ നമ്പറും ചേസ് നമ്പറും കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വരില്ല. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതിൻ്റെ ഒരു ലഘു വിവരണം ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് വളരെ ഈസിയാണ്. നമുക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഇവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തത് കൊണ്ട് എനിക്ക് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ, അതാ 7ാമത്തെ ഇവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ഇത് അവർ പറയുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, ഈസിയാണ്. നിങ്ങൾ വണ്ടിയുടെ നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക. അപ്പോൾ OTP വരിക, OTP അവിടെ അടിച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഇനി ഉള്ളത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ ചെയ്യുക. ധൃതി പിടിക്കേണ്ട, മൊബൈലിലാണ്, നമുക്ക് സാവധാനത്തിൽ ഓരോ കാര്യങ്ങളും പിന്നെ വായിച്ച് നോക്കി എന്താണെന്ന് ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം മാത്രം നെക്സ്റ്റ് കൊടുക്കുക. ഓരോരോ ഭാഗത്തോട്ട് പോവുക. അവസാനം ഇതിൻ്റെ പ്രിവ്യൂ കിട്ടും നമുക്ക്, നമ്മൾ ചെയ്തതൊക്കെ ശരിയാണെന്ന് നോക്കാൻ. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക, അവിടെയുള്ള ഡീലർമാരെ, അടുത്തുള്ള ഡീലർ ഏതാണെന്ന് നോക്കുക, അത് ഇതിൽ കാണിക്കും. പിന്നെ ഏത് കമ്പനിയുടെ ഡീലറെ നിങ്ങൾ അടുത്തുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതിൽ
പല സംഭവങ്ങൾ ഓൾറെഡി നിങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് വായിച്ച് നോക്കി അത് ക്ലിയർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മാത്രം മതി. ടൈപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം പല സ്ഥലത്തും ഇല്ല. പിന്നെ ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അവസാനം നമ്മൾ പേ ചെയ്തതിന് ശേഷം ബില്ല് കിട്ടും. ആ ബില്ല് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇതിൽ പ്രിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ വന്നാൽ പിന്നെ അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണിലോട്ട് സേവ് ആകും. അതൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. അതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഫിറ്റ് ചെയ്യേണ്ട ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഏത് ജില്ലക്കാരനാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഫിറ്റ്മെൻറ്റ് ടൈപ്പ്, ഇതിൽ 2 രീതിയിൽ ഫിറ്റ്മെൻറ്റ്, കാരണം ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് കേരളത്തിലില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അടുത്തുള്ള ഡീലറാണ് നമുക്ക് ഉള്ളൊരു ഓപ്ഷന്. അപ്പോൾ ആ നിങ്ങളെ അടുത്തുള്ള ഡീലറെ നിങ്ങളതിന്ന് കണ്ടെത്തിയിട്ട് അതിലുണ്ടാവും അടുത്തുള്ള KVR ഏതാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീലർഷിപ്പ്, അടുത്തുള്ള ഡീലർഷിപ്പ്, നിങ്ങളുടെ കാറിൻ്റെ ഡീലർഷിപ്പ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബുക്കിംഗ് സ്ലോട്ട് അവർ കാണിച്ചു തരും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ബുക്കിംഗ് സ്ലോട്ട് ഉണ്ടാവും. ആ ഒരു സ്ലോട്ട് കണ്ടെത്തുക. അവിടുത്തെ ഞാൻ പറഞ്ഞുതരാം. അവസാനം 14 നിങ്ങൾ ബുക്കിംഗ് സ്ലോട്ടാണ്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളതിന്ന് നിങ്ങൾക്ക് പറ്റുന്ന, അതായത് ബുക്ക്ഡ് ആയിക്കാരം അവസാനം സ്ലോട്ട് ഉള്ളൊരു ദിവസം ഫസ്റ്റ് ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സമയം കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. പക്ഷേ അത്രയൊന്നും സമയം പിടിക്കില്ല, കാരണം ഡീലർ അടുത്ത് നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് എത്തിയാൽ അവർ വിളിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഫിറ്റ് ചെയ്യാൻ കാരണം ഇത് റിബേറ്റ് അടിച്ചാട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുക. റിബേറ്റ് അടിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് HSRP നമ്പർ പ്ലേറ്റ്. കാരണം അത്രയും സെക്യൂർഡാണ്. ഒരു പ്രാവശ്യം അത് ഇളക്കി മാറ്റിയാൽ പിന്നെ ആ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് എടുത്ത് മാറ്റേണ്ട കാരണം വിവരിച്ചതിൻ്റെ ശേഷം ആ ഒരു പേപ്പറും കൊണ്ട് വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇതേ സൈറ്റിൽ കയറിയിട്ട് വീണ്ടും അപേക്ഷിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ പോലീസ് ഈ നിയമം കർശനമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇതിപ്പം ഇത്രത്തോളം കർശനമാണ്. അപ്പോൾ ഇവിടെയാണ് OTP വരുന്നത് 17. നിങ്ങളുടെ നമ്പർക്ക് OTP വരും. ആ OTP കൊടുക്കുക. അതേപോലെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും ഉണ്ട്. UPI ഉണ്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എല്ലാം ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യുക. 750 രൂപ ആണ് എനിക്ക് വന്നിരുന്നത്. പിന്നെ നിങ്ങൾക്കും കാറിന് അത്രയാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള റെസിപ്റ്റാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. കാരണം ആ റെസിപ്റ്റ് നിങ്ങൾ ഡീലറെടുത്ത് അയച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റും ബാക്ക് ഭാഗത്തെ നമ്പർ പ്ലേറ്റും സ്റ്റിക്കറും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് പരിവാഹൻ സൈറ്റിൽ കയറേണ്ടതുണ്ട്. അത് ഡീലർമാരാണ് ചെയ്യുക. ചിലപ്പം ചില ഡീലേഴ്സ് നിങ്ങൾക്ക് ലിങ്ക് വിട്ടു തരും. ആ ലിങ്കിൽ ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റെസിപ്റ്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ റെസിപ്റ്റ് സൂക്ഷിച്ച് വെക്കുക. ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം അതിൽ സേവ് എന്നുണ്ടാവുക. സേവ് ചെയ്താൽ ഫോണിലോട്ട് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. അപ്പോൾ അത് മാത്രം സൂക്ഷിച്ച് വെക്കുക. ഓക്കെ. ഞാൻ നേരത്തെ ചെയ്തു വെച്ചതിൻ്റെ ശേഷം വരുന്നതൊന്നും നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നുമില്ല. ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൂക്ഷിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റെസിപ്റ്റും സൂക്ഷിച്ച് വെക്കുക. അത്രേ കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഈ സംഭവം നിങ്ങളെ വിളിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ഇത് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് HSRP നമ്പർ പ്ലേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഈ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.